നമുക്ക് മറ്റൊരു മണ്ഡലത്തിലേക്ക് നോക്കണം. അത് ആറന്മുളയാണ്. ആറന്മുളയെ സംബന്ധിച്ച് മൂന്ന് പ്രധാനപ്പെട്ട ആളുകളാണ് മത്സരിക്കുന്നത്. വീണ ജോർജ് മത്സരിക്കുന്നു, കോൺഗ്രസിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി മത്സരിക്കുന്നു, BJP-യിൽ നിന്ന് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. കുമ്മനം രാജശേഖരനെ പോലെ ഒരാൾ മറ്റ് പല മണ്ഡലങ്ങളിലും ഏത് മത്സരിക്കുമൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ അവസാനം അവർ ആറന്മുളയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആറന്മുള തെരഞ്ഞെടുത്തത് എന്നറിയില്ല. മറ്റു രണ്ട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായതുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും കുമ്മനത്തെ BJP നിയോഗിച്ചത് ആറന്മുളയിലാണ്. അവരുടെ ചിലപ്പോൾ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആറന്മുളയെ സംബന്ധിച്ച് അവിടുത്തെ വിമാനത്താവളത്തിന് എതിര് നിന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടി, രാഷ്ട്രീയത്തിനപ്പുറം അങ്ങനെയുള്ള സ്ഥലമാണ്. ആ ആറന്മുളയുടെ മുൻകാല ചിത്രം കൂടി നോക്കാം. 2011 അവിടെ ശിവദാസൻ നായരായിരുന്നു. ശിവദാസൻ നായർ 64,845 വോട്ടിൻ്റെ വോട്ട് നേടി 6,511 വോട്ടിൽ ആണ് അദ്ദേഹം അവിടെ വിജയിക്കുന്നത്. 2016 വീണ ജോർജിനെ അവതരിപ്പിക്കുന്നത്. വീണ ജോർജ് അങ്ങനെ രാഷ്ട്രീയമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളല്ല. ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി, സഭാ സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് ഓർത്തഡോക്സ് സഭയും കോൺഗ്രസുമായിട്ടുള്ള ഒരു വലിയ ഭിന്നതയിൽ വീണ ജോർജ് ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് അവതരിപ്പിച്ചത്. അത് പലപ്പോഴും വലിയ വിമർശനത്തിനൊക്കെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു, ഇങ്ങനെ ഒരു സഭയുടെ പ്രതിനിധിയെ ഒരാൾ മത്സരിപ്പിക്കണമെന്ന്. പക്ഷേ ആ പരീക്ഷണം വലിയ വിജയമാവുകയാണ്. അന്ന് 7,646 ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിക്കൊണ്ട് 7,466 വോട്ടിന് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ വോട്ട് UDF-ൽ നിന്നും LDF-ലേക്ക് പറിച്ചു മാറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. പൂർണ്ണമായി UDF-ൽ ഇട്ടിരുന്ന വോട്ട് LDF-ൽ വന്നപ്പോൾ അവിടെ വിജയിക്കുന്നു. രണ്ടാം തവണയും വീണ ജോർജ് മികച്ച പ്രകടനത്തോടുകൂടി 74,950 വോട്ട് നേടുമ്പോൾ അവിടെയും ശിവദാസൻ നായർക്ക് 55,000, ശിവദാസൻ നായർക്ക് 56,000 55,000 വോട്ടിൽ മാത്രം നിലനിർത്താനേ കഴിയുന്നുള്ളൂ. ഇവിടെയും കൂടി ആലോചിക്കണം. ഇത് 37,906 വോട്ട് അവിടെ നേടുമ്പോൾ അവിടെ MD രമേശാണ് മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബിജു മാത്യു ആണ് ഇവിടെ മത്സരിച്ചത്. ബിജു മാത്യു മത്സരിക്കുമ്പോഴത് MD രമേശ് നേടിയ വോട്ടിൽ നിന്ന് ഗണ്യമായ കുറവ് ഇവിടെ ഉണ്ടാകുന്നു. 19,003 വോട്ട്. ഈ ഭൂരിപക്ഷത്തിലേക്ക് വന്നതിന് കാരണം NDA-യുടെ ലോസ് ആണ്. NDA-യുടെ വോട്ട് കൂടി വീണ ജോർജിന് കഴിഞ്ഞ തവണ ഇടതുതരംഗമുണ്ട്. ഇടതുതരംഗം പ്ലസ് NDA-യുടെ വോട്ടിലെ ലോസ്. 2016-ലും 2021-ലും രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടർ കൂടി. 2016 ഓർത്തഡോക്സ് സഭ ഏറെക്കുറെ പരസ്യമായി LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പാണ്. 2021 നേരിട്ട് പിന്തുണ നൽകിയിട്ടില്ല. പക്ഷേ ആറന്മുളയിൽ ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ വീണ ജോർജിലേക്ക് തന്നെ പോയി. അതാണ് പ്രധാന കാര്യം. 2021 മറ്റെവിടെയും പിന്തുണ നൽകിയില്ലെങ്കിലും ആറന്മുളയിൽ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയ്ക്ക് തന്നെ വീണ ജോർജിന് പിന്നെ 5 വർഷം കൊണ്ട് വീണ ജോർജ് ഉണ്ടാക്കിയ ഒരു പ്രതിച്ഛായ കൂടിയുണ്ട്. ആ MLA എന്ന നിലയ്ക്ക് മികച്ച പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയ പ്രതിച്ഛായ. ഇപ്പോൾ വീണ്ടും വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മത്സരിക്കുന്നു. ഇടതുപക്ഷം കാണുന്നു ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് ഒരു മികച്ച മന്ത്രിയായിരുന്നു എന്ന് കാണുന്നു. പക്ഷേ UDF കാണുന്നത് അങ്ങനെയല്ല. ആരോഗ്യമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ നേരിടേണ്ടി വന്ന, ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന, പലപ്പോഴും KK ശൈലജയെ പോലെ കേരളം മുഴുവൻ